ജോസഫ് ആന്റണി. എൻ്റെ പേര് ഡെനീഷ് ഡേവിസ്. ഞങ്ങളൊരു ന്യൂസ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത രണ്ട് സുഹൃത്തുക്കളാണ്. ഇദ്ദേഹം എൻ്റെ പാർട്ട്ണറാണ്. ടൈം ന്യൂസ് എന്നാണ് ഞങ്ങളുടെ ന്യൂസ് കമ്പനിയുടെ ടൈം ന്യൂസ്. ടൈം ന്യൂസ് എന്നാണ് ഞങ്ങളുടെ ന്യൂസ് കമ്പനിയുടെ പേര്. അപ്പോൾ ഈ ടൈം ന്യൂസിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഞങ്ങളുടെ ആദ്യത്തെ ന്യൂസ് ഞങ്ങൾ കവർ ചെയ്യാൻ പോയത് ഈ ശ്രുതിയുടെ ഈ ഫിയാൻസയുടെ മരണമായിരുന്നു, ജെൻസന്റെ. അപ്പോൾ ജെൻസന്റെ മരണം കവർ ചെയ്യാനാണ് ഞങ്ങൾ വയനാട്ടിന് പോയത്. അങ്ങനെ വയനാട്ടിന് പോയി അത് കവർ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് ശേഖരിക്കാൻ ഞങ്ങളവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കുകയും ബന്ധുക്കാരെന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ശ്രുതിക്ക് വീടില്ലെന്നും മറ്റാരും ഇല്ലെന്നും ജെൻസന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ശ്രുതിക്ക് ഒരു വീട് വേണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു. ഞങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഓഫീസിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് സാമ്പത്തികം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നമുക്ക് ഒരു വീട് വെച്ചാലോ, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ആ ചോദ്യം ചോദിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ എൻ്റെ ഫാദറിനെ ഒരു കോവിഡിൽ നഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം എനിക്ക് പെട്ടെന്നൊരു നഷ്ടത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് മനസ്സിലായത് കൊണ്ട് ഒരു ഇമോഷണൽ ഫീലിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചതാണ്. ഞാൻ ഇമോഷണലി എടുക്കുന്ന ഡിസിഷൻ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇദ്ദേഹത്തോടും കൂടി ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, റിസ്ക് ആണ്, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി തന്നെ ശ്രുതിയുടെ ഹോസ്പിറ്റലിൽ പോവുകയും, അത് ശ്രുതിനെ കാണാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രുതി അൺകോൺഷ്യസ് ആയിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ശ്രുതിയുടെ ബന്ധുക്കാർ രണ്ടുപേര് ഉണ്ടായിരുന്നു അവിടെ. അവരെ കണ്ട് സംസാരിക്കുകയും ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് അവർ അതിന് സമ്മതം മൂളുകയായിരുന്നു ഉണ്ടായത്. പിറ്റേ ദിവസം റിട്ടേൺ ആപ്ലിക്കേഷൻ നമുക്കൊരു റിട്ടേൺ ആപ്ലിക്കേഷൻ അവർ തന്നിരുന്നു, വീട് വേണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മണ്ണ് ലാൻഡ് സ്ലൈഡിൽ ശ്രുതിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്കൊരു വീട് വെച്ച് തരണം എന്ന് പറഞ്ഞ റിട്ടേൺ ആപ്ലിക്കേഷൻ അവർ തന്നിരുന്നു. ശ്രുതി സൈൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ബാക്കി ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ റിട്ടേൺ ആപ്ലിക്കേഷൻ വാങ്ങുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ അങ്ങനെ ഒരു 11.5 സെന്റ് സ്ഥലം, അല്ല 11.5 സെന്റ് സ്ഥലം നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പൊന്നട എന്ന് പറഞ്ഞ സ്ഥലത്ത് 11.5 സെന്റ് സ്ഥലം നമ്മൾ കണ്ടെത്തുകയും കഴിഞ്ഞ 18/9/2024 ശ്രുതിയുടെ പേരിൽ അത് രജിസ്റ്റർ ആക്കി കൊടുക്കുകയും ചെയ്തു. അതിന്റെ ആധാരത്തിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സ്ഥലം ഇവിടെ ചാലക്കുടി വരുന്നത്. ഞാൻ തൃശ്ശൂരിന് ബേസ് ആയിട്ടുള്ളതാണ്. ശ്രുതിയുടെ പേരിൽ നമ്മൾ തീരാധാരമാക്കി കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലം നമുക്ക് നമ്മുടെ ഒരു വളരെ അടുത്തൊരു കോണ്ടാക്ട് വഴി ഒരു ചേച്ചി തന്നതാണ്. ബീന എന്നാണ് മാഡത്തിന്റെ പേര്. അവരുടെ നമ്മുടെ ഒരു കോണ്ടാക്റ്റിലുള്ള ഒരു കോണ്ടാക്റ്റാണ് അവർ. നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഈ പരിപാടിക്ക് സമ്മതം മൂളി അത് ആ ലാൻഡ് തന്നു. നാളെ രാവിലെ 11 മണിക്ക് ആ വീടിന്റെ തറക്കല്ലിടലാണ്. സ്ഥലം MLA സിദ്ദിഖ് അദ്ദേഹമാണ് വരുന്നത് കല്ലിടാൻ. ഇതുവരെ ഉള്ള നീക്കങ്ങൾ ഇതുവരെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ശ്രുതിയെ പോയി കണ്ടിരുന്നു. വീടിന്റെ പ്ലാനും മറ്റൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആള് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പ്ലാനിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ 22-ാം തീയതി ഞങ്ങൾ അവിടെ എത്തി ശ്രുതിനെ കാണാൻ. മോർണിംഗ് തന്നെ എത്തി പ്ലാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ശ്രുതി വളരെ ഹാപ്പിയാണ്. ഒരു 1500 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ അതിനുശേഷമൊക്കെ അവിടെ ആരും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം ഇവരോട് സംസാരിച്ചപ്പോൾ ഇതിന്റെയൊക്കെ വീഡിയോ ഞങ്ങൾ മീഡിയ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഞങ്ങളോട് ഒരു റിക്വസ്റ്റ് വെച്ചു, ഇത് പബ്ലിസിറ്റി ചെയ്തത് കാരണം അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും മറ്റാരെങ്കിലും സഹായിക്കാനുള്ളതും പോകുമെന്ന് നഷ്ടപ്പെട്ടു പോകും. എല്ലാത്തിന്റെയും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് പബ്ലിസിറ്റി ചെയ്യായിരുന്നു. പക്ഷെ അന്ന് പിന്നെ ശ്രുതിയുടെ അവസ്ഥയും അങ്ങനെയാണ്. ഞങ്ങളതൊരു മാർക്കറ്റിംഗ് പബ്ലിസിറ്റി സ്റ്റണ്ട് ആക്കണ്ടെന്ന് വെച്ച് ഞങ്ങളത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ആരെ അറിയിച്ചില്ല. പിന്നെ ഈ കല്ലിടല് പോലും ഞാൻ അവരോടൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, തറക്കല്ലിടുന്ന അന്നേ ഞാനിത് ന്യൂസ് ആക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ന്യൂസ് ആക്കുള്ളൂ എന്ന് വെച്ചാൽ പബ്ലിസിറ്റി ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഈ സ്ഥലം എഴുതി കൊടുക്കുമ്പോഴും അവിടുത്തെ രജിസ്ട്രാർ അല്ലേ, സബ് രജിസ്ട്രാർ ഞങ്ങളെ വിളിച്ചു ചോദിച്ചു, കളക്ടറിനെ അറിയിച്ചു കൊടുത്താലോ, കളക്ടറിനെ വെച്ച് കൊടുത്താലോ. അപ്പൊ കളക്ടറിന്റെ പേജിൽ ഇത് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ അത് വേണ്ട, ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ്. നാളെയാണ് തറങ്ങൽ 11 മണിക്ക്. അതാണ് ഞങ്ങൾ പറയാനുള്ളത്.
കല്ലിടൽ ചടങ്ങിൽ ഞങ്ങൾക്ക് ഒരു വിശിഷ്ട അതിഥിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ സ്ഥലം MLA സിദ്ദിഖ് സാറാണ് അതിന്റെ കർമ്മങ്ങളുടെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ചിരിക്കുന്നത്. മറ്റതിഥികളൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ന്യൂസ് ടീമിന്റെ അംഗങ്ങളും റിപ്പോർട്ടേഴ്സും ഒക്കെ പിന്നെ ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയും ശ്രുതിയും ഉണ്ടാവും. വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരുമെന്ന് എനിക്കറിയില്ല. അവളുടെ കണ്ടീഷൻ വളരെ മോശമാണ്.